Dear students, welcome back to maths class. Okay, look at page number 91. Next topic, fractions and divisions. When a length of 2 meter is divided into 3 equal parts, the length of each piece is written 2 by 3 meter. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് 2 meter length ഉള്ള എന്താണ് റിബണ് അല്ലേ നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പീസും 2 by 3 meter. When 3 meter length is divided into 2 equal parts, the length is usually written 1 by 2 meter. അല്ലേ ഇനി നേരെ തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 3 meter ലെങ്ത് ഉള്ള റിബണെ 2 ഈക്വൽ പാർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പീസും എത്ര ഉണ്ടാവും 3 മീറ്റർ ആണ് അല്ലേ 3 മീറ്ററിൽ 2 മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം അപ്പോൾ എന്താണ് ഓരോന്ന് അങ്ങനെ കിട്ടും ബാക്കിയുള്ള 1 മീറ്ററിനെ 2 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ 1/2 കിട്ടും ഓക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് 3 മീറ്ററിന് 2 ഈക്വൽ പീസ് ആക്കുമ്പോൾ 3 മീറ്ററിൽ 2 മീറ്റർ ആദ്യം എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അല്ലേ 2 മീറ്ററിന് എടുത്താൽ ഓരോ മീറ്റർ കിട്ടും പിന്നെ അതിൽ ബാക്കി ഉണ്ടാകുന്ന 1 മീറ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ 1/2 മീറ്ററും കിട്ടും ഓക്കെ As in the first case, we can also write this as 3 by 2 meters. Read 3 halves. അല്ലേ ഇനി ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞ പോലെയാണ് അതായത് 2 മീറ്ററിന് 3 ഈക്വൽ പാർട്ട് ആക്കിയപ്പോൾ 2 by 3 എന്ന് എഴുതി അല്ലേ ആ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതെങ്ങനെ എഴുതാം ഇതെന്തായിരുന്നു 2 മീറ്ററിന് 3 ഈക്വൽ പീസ് ആക്കുമ്പോൾ ഓരോ പീസും 2 by 3 മീറ്റർ അല്ലേ ഇവിടെ ആണെങ്കിലോ 3 മീറ്ററിന് 2 ഈക്വൽ പീസ് ആക്കാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ റൂൾ വെച്ചിട്ട് 3 by 2 മീറ്റർ ഓക്കെ 1 by 2 എന്ത് ചെയ്യാം 3 by 2 മീറ്റർ എന്നും എഴുതാം ദാറ്റ് ഈസ് 3 by 2 ഈക്വൽ 1 by 2 3 by 2 ഈക്വൽ 1 by 2 likewise of 5 is divided into 2 equal parts each can be written 5 by 2 ഇനി 5 മീറ്ററിനെ 2 ഈക്വൽ പാർട്ട് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ ബൈ നമ്പർ ഓഫ് പീസസ് അങ്ങനെ ആകുമ്പോൾ എങ്ങനെ എഴുതാം 5 മീറ്റർ ആണ് ദെൻ 5 by 2 ഓക്കെ നെക്സ്റ്റ് in fact if 5 liters of milk is divided equally between 2 persons how many liters of milk would each get 5 ലിറ്റർ മിൽക്ക് എന്ത് ചെയ്യാണ് 2 പേഴ്സൺസിൻ്റെ ഇടയിൽ ഈക്വലായി ഷെയർ ചെയ്യാണ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വുഡ് ഈച്ച് ഗെറ്റ് അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർക്ക് എത്ര ലിറ്റർ മിൽക്കാണ് കിട്ടുക 5 ലിറ്റർ ആണ് 2 പേഴ്സൺസിനാണ് അല്ലേ 5 ലിറ്റർ ആകുമ്പോൾ 2 പേഴ്സൺസിന് എത്ര വരെ കൊടുക്കാം നമുക്ക് ഫസ്റ്റ് 1 കൊടുത്തു അല്ലേ 5 ലിറ്ററിൽ 2 കഴിഞ്ഞു ഇനി 1 കൊടുക്കുക അല്ലേ ഒരു 1 കൊടുത്താൽ എത്രയായി 4 ലിറ്റർ വരെ ആയി ദെൻ 2 ലിറ്റർ വരെ അപ്പോൾ കിട്ടിയവർക്ക് ഇനി ബാക്കിയുള്ള 1 ലിറ്റർ ആണെങ്കിലോ അതിന് 2 പേർക്ക് ആക്കുമ്പോൾ 1/2 കിട്ടും ടോട്ടൽ എത്ര കിട്ടും 1 by 2 ലിറ്റർ ദെൻ 5 by 2 ഈക്വൽ അപ്പോൾ എങ്ങനെ എഴുതാം 1 by 2 5 by 2 ഈക്വൽ 1 by 2 ഇതിന് ഡിവൈഡ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു കേസ് ഉണ്ട് ഇങ്ങനെയൊന്നും ആലോചിക്കാതെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നൊരു കേസ് ഉണ്ട് ശ്രദ്ധിക്കുക 5 by 2 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ കേസ് 3 by 2 ഓക്കെ 3 by 2 എന്ന് പറഞ്ഞ മീനിങ് എന്താ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ ദെൻ 3 divided by 2 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഹൗ മെനി ടൈംസ് 2 1 ദെൻ 1 into 2 റിമൈൻഡർ 1 3 minus 2 റിമൈൻഡർ 1 കിട്ടും അല്ലേ അപ്പോൾ 3 by 2നെ നമ്മൾ ആലോചിച്ച രൂപത്തിൽ അപ്പോൾ എത്ര കിട്ടി 1 by 2 എന്ന് കിട്ടി അല്ലേ ഇനി ഇത് ഈ രൂപത്തിൽ നമ്മൾ ചെയ്തപ്പോഴും 1 by 2 കിട്ടുന്നുണ്ടോ നോക്കാം ഇനി ഇതിന് നമ്മൾ എഴുതുന്നത് 1 അല്ലേ മുകളിലുള്ള കോഷ്യൻ്റ് എത്ര 1 എഴുതി ദെൻ റിമൈൻഡർ കോഷ്യൻ്റ് കഴിഞ്ഞാൽ റിമൈൻഡർ ഇവിടെ എത്ര 1 ബൈ ഡിവൈസർ ഇതാണ് ഡിവൈസർ 2 ഈസ് ദ ഡിവൈസർ ദെൻ 1 by 2 ഓക്കെ അപ്പോൾ 3 by 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി നമ്മൾ ആദ്യം ആലോചിച്ച് ചെയ്തപ്പോൾ 1 by 2 കിട്ടി ഇനി ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് കിട്ടും ഇതാ 1 by 2 ഇതിനെങ്ങനെ എഴുതുക ഫസ്റ്റ് കോഷ്യൻ്റ് എന്ത് ചെയ്യുക കോഷ്യൻ്റ് പറഞ്ഞാൽ ആൻസർ അല്ലേ ആൻസർ എഴുതി ദെൻ റിമൈൻഡർ 1 ബൈ ഡിവൈസർ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷന് കിട്ടി നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുക ഫസ്റ്റ് കോഷ്യൻ്റ് ദെൻ റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ അപ്പോൾ ഇത് ഏത് രൂപത്തിലായി ഒരു നമ്പർ ഒരു ഫ്രാക്ഷൻ്റെ രൂപത്തിലായില്ലേ ഓക്കെ അപ്പോൾ 3 by 2നെ ഈ രൂപത്തിൽ എഴുതാം നെക്സ്റ്റ് 5 by 2
5/2 കണ്ടെത്തിയപ്പോൾ എത്ര കിട്ടി? 2 1/2. 2 1/2 എങ്ങനെ കിട്ടണം നോക്കാം. 5 divided by 2. 5 how many times 2? 2. Then 2 into 2, 2 into 2, 4. Remainder 5 minus 4, 1. ഈ എഴുതുന്ന മെത്തേഡ് 5/2 ഈക്വൽ ആൻസർ quotient 2. Then remainder is 1. 1 by then divisor 2. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കോഷ്യൻ്റ് ആണ് ഇവിടെ നമ്പർ ആയിട്ട് എഴുതുക. ഇനി ഫ്രാക്ഷനും ആണ് അല്ലേ. റിമൈൻഡർ ഇവിടെ 0 അല്ല. 0 അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു നമ്പറിന് ഇങ്ങനെ എഴുതാം. 0 അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പറിനെ ഇതുപോലെ എഴുതാം. എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് ദെൻ റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ. 5/2 ഈക്വൽ 2 1/2. ഓക്കെ. നെക്സ്റ്റ്. So if 9 is divided into 4 equal parts, how can each part be written? ഇനി 9 എന്ത് ചെയ്യാണ്? 4 ഈക്വൽ പാർട്ട് ആക്കാണ്. അപ്പോൾ എത്ര കിട്ടുകയാണ്? ഓരോ പാർട്ടും എത്ര കിട്ടും? ആൻഡ് ഹൗ വി റൈറ്റ് this in the usual way as a natural number and a fraction. അതെങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പറിലും ഫ്രാക്ഷനിലും എഴുതാം? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞത് ഇതാണ്. സാധാരണ നമ്മൾ എഴുതുന്ന ഒരു നമ്പറാണ് എന്ത്? നാച്ചുറൽ നമ്പർ ഇല്ലേ? ഇതാണ് ഫ്രാക്ഷൻ. അപ്പോൾ ഈ രൂപത്തിൽ എങ്ങനെയാണ് 9 4 ഈക്വൽ പീസ് ആക്കിയിട്ട് ഉള്ള ആ മെത്തേഡ്. അപ്പോൾ ഒരു പീസിനെ ഈ രൂപത്തിൽ എങ്ങനെയാണ് എഴുതാൻ? അപ്പോൾ എന്താ ചെയ്യേണ്ട? ഈ രൂപത്തിൽ എഴുതുമ്പോൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. 9 divided by 4. 9 divided by 4 ചെയ്താൽ മതി. ഓക്കെ. 9 divided by 4. 9 how many times 2? Sorry, how many times 4? 1 into 4 4. 2 into 4 8. Then 2 into 4 8. Then minus 9 minus 8. 9 minus 8 1. എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതും? ഒരു നമ്പറിനെയും നാച്ചുറൽ നമ്പറിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെ കേസിൽ എഴുതേണ്ടത് അല്ലേ. നാച്ചുറൽ നമ്പറിന് പറഞ്ഞാൽ ഈ ആൻസർ കിട്ടിയത് നമ്മൾ എഴുതുന്നില്ലേ ഫസ്റ്റ് നമ്പർ, അതാണ്. ദെൻ 2 ഫസ്റ്റ് 2 എഴുതി. ദെൻ റിമൈൻഡർ ഡിവൈസർ ബൈ റിമൈൻഡർ എഴുതി വെക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? കോഷ്യൻ്റ് ദെൻ റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ. ദെൻ റിമൈൻഡർ ഈസ് 1. 1/4. ഡിവൈസർ 4. ദെൻ 2 1/4. ഈ ഓർഡറിൽ തന്നെ എഴുതണം. കോഷ്യൻ്റ് റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ. ഓക്കെ. 2 1/4. ഓക്കെ. നെക്സ്റ്റ്. Now another question. If a 6 meter long string is cut into 2 equal parts, what would be the length of each piece? 6 meter long സ്ട്രിങ്ങിന് എന്ത് ചെയ്യാണ്? 2 ഈക്വൽ പാർട്ടായി കട്ട് ചെയ്യാണ് അല്ലേ. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അത് നമുക്ക് എന്താണ് ആലോചിച്ചാൽ തന്നെ കിട്ടും. എത്ര ഉണ്ടാവുക? 6 meter ലോങ് സ്ട്രിങ്ങിനെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്താൽ ഓരോ പീസും 3 അല്ലേ. 3 meter ഉണ്ടാവും. ഹൗ ഡു വി റൈറ്റ് ദിസ് ആസ് എബോ? അപ്പോൾ എങ്ങനെയാണ് നമ്മളത് മുകളിൽ ഇതുപോലെ ഈ ചെയ്ത പോലെ എങ്ങനെയാണ് എഴുതാൻ? ഓക്കെ. ഇസ് ആൻഡ് 6/2. 6 divided by 2. 6ൽ ശരിക്ക് 2 പോവില്ലേ. 1 into 2 2, 2 into 2 4, 3 into 2 6. Then 3 into 2 6. Remainder is 0. അപ്പോൾ റിമൈൻഡർ 0 കിട്ടി. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഫ്രാക്ഷൻ്റെയും നമ്പറിൻ്റെ നാച്ചുറൽ നമ്പറിൻ്റെയും ഫ്രാക്ഷൻ്റെയും ഫോമിൽ എഴുതേണ്ട കാര്യമില്ല അല്ലേ. കാരണം 0 വന്നു. റിമൈൻഡർ 0 അല്ലാത്ത നമ്പർ വരുന്ന കേസിലാണ് എന്ത് ചെയ്യുക? നമ്മൾ അങ്ങനെ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് എഴുതിയാൽ മതി? 3 എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ 3 ഇങ്ങനെ എഴുതുക. നമ്മൾ എഴുതുമ്പോൾ 3 0/2 എന്നാണ് വരിക. 0/2 പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? 3 എന്നുള്ള ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ്. We usually write 6 divided by 2 for dividing 6 into 2 equal parts. That is 6/2 equal 6 divided by 2 equal 3. Similarly 6/3 equal 6 divided by 3 equal 2. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം? 6 divided by 2 3 ആണെന്നുണ്ടെങ്കിൽ 6 divided by 3 എന്ത് തന്നെയാവും? 2 തന്നെയാവും. ഓക്കെ. 6/2 3 ആണെന്നുണ്ടെങ്കിൽ 6/3 നമുക്ക് എന്ത് പറയാം? ഈ 2 വരും. ഓക്കെ.
വാട്ട് അബൌട്ട് കട്ടിങ് 6 മീറ്റർ ലോങ് സ്ട്രിങ് ഇൻ ടു 6 ഈക്വൽ പാർട്ട്? ഈ 6 മീറ്റർ ലോങ് സ്ട്രിങ്ങിനെ 6 ഈക്വൽ പാർട്ടാണ് ആക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതാം? 6/6 അല്ലേ? 6 മീറ്റർ ലോങ് സ്ട്രിങ്ങിനെയാണ് 6 പാർട്ട് ആക്കുന്നത്. ഈക്വൽ പീസ് ആക്കുമ്പോൾ 6/6. 6/6 ഈക്വൽ 1. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1. 5 ഡിവൈഡ് ബൈ 5 ആൾസോ ഗീവ്സ് 1 അല്ലേ? ഇനി 5 ഡിവൈഡ് ബൈ ഏതൊരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. സോ 5/5 ഈക്വൽ 1. ഹൗ ഡു വി സ്പ്ലിറ്റ് 7 ഡിവൈഡ് ബൈ 3? ഇനി എങ്ങനെയാണ് 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ? Seven by 3. 7 divided by 3. 7. How many times 3? 1 into 3, 3. 2 into 3, 6. Then 3 into 3, 9 ആണ്. 9 ഇല്ല, ഇവിടെ 7 ഉള്ളൂ. അപ്പോൾ എത്ര ടൈംസ് ഉണ്ടാവുക? 2. Then 2 into 3, 2 into 3, 6. Then 7 minus 1, remainder 1. Remainder 1 കിട്ടും. Then 2, 1/3 കിട്ടും. Okay, 7/3 equal to 1/3. Like this, write each fraction below in the form of a natural number and a fraction. Natural number and a fraction form എന്ന് പറഞ്ഞാൽ ഇതാണ് നാച്ചുറൽ നമ്പർ അല്ലേ? നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കൗണ്ടിങ് നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ രൂപത്തിൽ ഫ്രാക്ഷൻ രൂപത്തിലല്ലേ എഴുതുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ള നമ്പേഴ്സിനൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രാക്ഷൻ ഫോമിലും നമ്പറിൻ്റെ ഫോമിൽ ഈ രൂപത്തിൽ എഴുതാം. ഈ നമ്പറും ഫ്രാക്ഷനും ഉള്ള ഈ മെത്തേഡിൽ എഴുതാൻ. ഹോംവർക്ക് 17/2, 17/3, 17/4, 17/5, 17/6, 16/6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. If 7 meters of cloth is divided equally among 4 persons, how many meters of cloth would each get? 7 meter ക്ലോത്ത് എന്ത് ചെയ്യാണ്? 4 പേഴ്സൺസിൻ്റെ ഇടയിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് വുഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാകുമ്പോൾ ഓരോരുത്തർക്കും എത്ര മീറ്റർ ക്ലോത്താണ് കിട്ടുക? How can we find? ആ റൂൾ വെച്ചിട്ട് അല്ലേ, ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത്, റിബൺ അല്ല ഇവിടെ, ക്ലോത്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് ഇല്ലേ, വെച്ചിട്ട് എങ്ങനെ എഴുതാം? 7 മീറ്റർ ക്ലോത്ത് ആണ്. ദെൻ 7/4. 7/4 എങ്ങനെ ചെയ്യാം? 7 ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് ആൻസർ കണ്ടെത്തുക. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ കിട്ടി. ആൻസർ ഏത് രൂപത്തിലാവും കിട്ടുക? നമുക്കൊരു നമ്പറും ഒരു ഫ്രാക്ഷൻ്റെ കേസിലാവും കിട്ടുക, ആ രൂപത്തിലാവും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തതിന് ശേഷം ആൻസർ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. If 34 rupees is divided equally among 4 persons, how many rupees would each get? How do we write this in rupees and paise? 34 റുപ്പി എന്ത് ചെയ്യാണ്? ഈക്വൽ ആയിട്ട് 4 പേഴ്സൺസിൻ്റെ ഇടയിൽ ഈക്വലായി ഷെയർ ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഹൗ മെനി റുപ്പീസ് വുഡ് ഈച്ച് ഗെറ്റ്? ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ റുപ്പീസ് ആൻഡ് പൈസ? അതിനെങ്ങനെയൊക്കെ റുപ്പിയിലും പൈസയിലും എഴുതാം. ഓക്കെ, അപ്പോൾ 34 റുപ്പീസ് ആണല്ലേ ഓരോരുത്തർക്കും കിട്ടുന്നത്. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ റുപ്പി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ്. ദെൻ 34 ഡിവൈഡ് ബൈ 4. 34 ഡിവൈഡ് ബൈ 4. ഫസ്റ്റ് ഡിവൈഡ് 34 ബൈ 4. ഓക്കെ, 3ൽ 4 ഇല്ല. ദെൻ 34. ഹൗ മെനി ടൈംസ് 4? 34 how many times 4? 8. 8 into 4 32. 34ൽ ശരിക്കും കിട്ടൂല, 32 വരെ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഏതാണ്ടാവുക? 36 ആവും. 34 ഉള്ളൂ. ദെൻ 8 ടൈംസ് 8 into 4 32. നെക്സ്റ്റ് മൈനസ് 4 minus 2 4 minus 2 2. 3 minus 3 0. അപ്പോൾ ഏത് രൂപത്തിൽ എഴുതാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ എന്നുള്ളോട്ട് ഏതാ കൊടുക്കുക? കോഷ്യൻ്റ്. ദെൻ ഡിവൈസർ ഡിവൈഡ് ബൈ റിമൈൻഡർ അല്ല, നേരെ തിരിച്ചാണ്, മാറിപ്പോവരുത്. റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസർ. റിമൈൻഡർ എത്ര? 2/4. ഓക്കെ, അപ്പോൾ 8 2/4 എന്ന് കിട്ടും. 2/4 എന്നുള്ളത് നമ്മൾ ഷോർട്ടാക്കി എഴുതിക്കൂടെ? 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/4 എന്ന് പറഞ്ഞാൽ 4ൽ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് അല്ലേ? 4ൻ്റെ 2 പറഞ്ഞാൽ എന്താണ്? ഹാഫ്. ഇതിൻ്റെ മീനിങ് എന്താ?
4 പോർഷനിൽ 2 അല്ലേ, 4ൻ്റെ ഹാഫാണ് എന്ത് 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 8 വിട്ടു പോകാൻ പാടില്ല, 8 1/2 എന്ന് എഴുതാം അല്ലേ, 8 1/2 റുപ്പീസ്. ഓക്കെ, എയ്റ്റ് 1/2 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഹാഫ് റുപ്പി പറഞ്ഞ എത്ര? ഹാഫ് റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 റുപ്പി എത്ര? 100 പൈസയാണ് അല്ലേ. അപ്പോൾ ഹാഫ് റുപ്പി എന്ന് പറഞ്ഞാൽ 50 പൈസ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 rupees 50 പൈസ. ഓക്കെ, അപ്പോൾ ഹാഫ് റുപ്പി 1 റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര? 100 പൈസയാണ്. അപ്പോൾ ഹാഫ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ 50 പൈസ. അപ്പോൾ റുപ്പിയിൽ എഴുതണം, പിന്നെ എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്? പൈസയിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെന്ത് ചെയ്യണം? പൈസയ്ക്ക് കൺവേർട്ട് ചെയ്യണം. പൈസയിലും എഴുതാൻ പറഞ്ഞിട്ട് 50 പൈസ എന്നുള്ളതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. 8 റുപ്പീനെ എന്ത് ചെയ്യണം നമ്മൾ? 8 റുപ്പീനെ എന്ത് ചെയ്യണം? പൈസയ്ക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ 1 റുപ്പി ഈക്വൽ 100 പൈസ. ഓക്കെ, 1 റുപ്പി ഈക്വൽ 100 പൈസ. ദെൻ 8 rupees. 8 rupees ഈക്വൽ, അപ്പോൾ 8 റുപ്പി എത്ര വരും? 1 റുപ്പി 100 പൈസ ആണെന്ന് 8 rupees 800 പൈസ. ഓക്കെ, 800 പൈസ. ദെൻ 8 rupees 50 പൈസ ഈക്വൽ 8 rupees 50 പൈസ ഈക്വൽ. ഇനി പൈസയിൽ എഴുതേണ്ട, റുപ്പിയിലുള്ള ഇവിടെ എഴുതി കഴിഞ്ഞു അല്ലേ. 8 1/2 റുപ്പീസ് നമുക്ക് കിട്ടി. ഇനി പൈസയിലുള്ള എഴുതേണ്ട 8 rupees 50 പൈസ. 8 റുപ്പീന് എന്ത് ചെയ്യുക? പൈസയ്ക്ക് കൺവേർട്ട് ചെയ്താൽ 800 പ്ലസ് 50, 850 പൈസ. 850 പൈസ. Okay, today's class is over. Thank you.